എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. PSC ഹോട്ട് ഏരിയയുടെ 18ാമത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ഹൈഡ്രജൻ ഓക്സിജൻ എന്നാണ് ഇന്നത്തെ ഹോട്ട് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക് കേട്ടോ. ഹൈഡ്രജൻ ഓക്സിജൻ നമുക്ക് പ്രിലിംസിൽ ഒരു ടോപ്പിക് തന്നെ എടുത്ത് പറയുന്നുണ്ട് അല്ലേ, ഹൈഡ്രജൻ ഓക്സിജൻ പറയുന്നുണ്ട്. എപ്പോഴും നമുക്കറിയാം ഹൈഡ്രജൻ ഓക്സിജനും, അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വെരി ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽഡ് ആണ് കേട്ടോ. ഹൈഡ്രജൻ ഓക്സിജൻ ഡീറ്റെയിൽഡ് ക്ലാസ്. ഓക്കെ, ഇതിനപ്പുറം ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, 100% പറയണം കേട്ടോ. അല്ലാതെ ഒരിക്കലും നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നും ആയിട്ട് പറയുന്നില്ല. കാരണം ഇനിയും പഠിക്കണ്ടെന്ന് പറയുന്നത്, കാരണം അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഹൈഡ്രജനെ കുറിച്ചിട്ട് പഠിക്കാം, എന്നിട്ട് നമുക്ക് ഓക്സിജനിലേക്ക് എത്താം കേട്ടോ. ഫസ്റ്റ് ഏത് പഠിക്കാം? ഹൈഡ്രജനെ കുറിച്ചിട്ട് ഓരോരോ പോയിന്റ് പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ച് മാറ്റുക കേട്ടോ. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്? ആദ്യം നമ്മൾ അത് പഠിക്കില്ല. അപ്പൊ നമ്മൾ ഹൈഡ്രജൻ പറയണ്ട. ആ പേര് നൽകിയത് ആരാണ് പേര് നൽകിയത്? ലാവോസിയ ആണ് അല്ലെ പേര് നൽകിയത് കേട്ടോ. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയ ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്? ഹെൻറി കാവൻഡിഷ് ആണ് അല്ലെ. ഹെൻറി കാവൻഡിഷ് എപ്പോഴാണ് കണ്ടുപിടിച്ചത്? 1766 ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് അല്ലെ. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് അല്ലെ. നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കാറുണ്ട്, ആധുനിക ആവർത്തന പട്ടിക എന്നൊക്കെ പഠിക്കാറുണ്ട് അല്ലെ. ആവർത്തന പട്ടികയിലെ എങ്ങനത്തെയാണ്? ആദ്യത്തെ മൂലകമാണ് അല്ലെ. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം, അതായത് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 അല്ലെ. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഹൈഡ്രജൻ എന്നതിന്റെ അർത്ഥം, അതായത് അദ്ദേഹം ആര് നൽകിയതാണ്? ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ എന്ന വാതകത്തിന് നൽകിയ വിശേഷണം എങ്ങനെയാണ്? കത്തുന്ന വായു എന്നാണ്. കത്തുന്ന വായു എന്നല്ലേ, അതായത് ഇൻഫ്ലമബിൾ എയർ എന്ന് പറയുന്നു. പിന്നെ ഹൈഡ്രജൻ എന്ന പേരിന് അർത്ഥം അല്ലെ, അതായത് ഹെൻറി കാവൻഡിഷ് വിശേഷിപ്പിച്ചതാണ് എങ്ങനെ എന്ന് പറയുന്നത്? കത്തുന്ന വായു എന്ന് പറയുന്നത്. പക്ഷേ ഹൈഡ്രജൻ എന്ന പേരിന് അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് കേട്ടോ. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ ചോദിച്ചു, നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് അല്ലെ. അറ്റോമിക നമ്പറും എങ്ങനെയാണ്? അറ്റോമിക നമ്പറും മാസ് നമ്പറും എന്താണ്? അറ്റോമിക നമ്പർ അല്ലെ. അതുപോലെ മാസ് നമ്പറും എത്രയാണ്? 1 അല്ലെ. നമ്മൾ സൂചിപ്പിക്കുന്ന അറ്റോമിക് നമ്പർ മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന ഇനീഷ്യൽ ആണ് അല്ലെ. ഇങ്ങനെ പറയാം, സെഡും എയും പറയും അല്ലെ. അപ്പൊ അറ്റോമിക നമ്പറും മാസ് നമ്പറും 1 ആയിട്ടുള്ള മൂലകം ഏതാന്ന് ചോദിച്ചാലും അത് ഹൈഡ്രജൻ ആണ്. സ്വയം കത്തുന്ന ഒരു മൂലകമാണ്. സ്വയം കത്തും. എങ്ങനെയാണ്? സ്വയം കത്തുന്നു അല്ലെ. സ്വയം കത്തുന്ന ഒരു മൂലകമാണ് ഇത് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുപോലെ നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകം കൂടിയിട്ടാണ്. നിരോക്സീകരണം നടക്കുന്ന സമയത്ത് നിരോക്സീകരണത്തില് എന്ത് ചെയ്യുന്നു? നിരോക്സീകരണം നടക്കുമ്പോൾ അവിടെ സ്വീകരിക്കപ്പെടുന്ന മൂലകമാണ് ഏത് എന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ആസിഡുകളിലും ഉള്ള പൊതുഘടകം, എല്ലാ ആസിഡുകളിലും ഏതുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. അതേപോലെ തന്നെ സൂര്യനിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഏതാണ്? സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതുപോലെ തന്നെ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം കൂടിയിട്ടാണ്. ഒരു ഇലക്ട്രോൺ കേട്ടോ. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഏത്? ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്രപഞ്ചം എടുക്കുന്ന സമയത്ത്, നമ്മുടെ മൊത്തം ഒരു പ്രപഞ്ചം എടുക്കുന്ന സമയത്ത് അതില് ദ്രവ്യത്തിന്റെ 3/4 നമുക്കറിയാം. പ്രപഞ്ചത്തിൽ ദ്രവ്യത്തിന്റെ അവസ്ഥയുണ്ട് അല്ലെ. നമ്മൾ ഓരോരോ ദ്രവ്യത്തിന്റെ അവസ്ഥകൾ പറയേണ്ട: ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകം, പ്ലാസ്മാവസ്ഥ, ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നൊക്കെ നമ്മൾ കോർക്ക്, ഗ്ലൂബോൺ, പ്ലാസ്മ, ജാൻറ്റലർ മെറ്റൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇഷ്ടം പോലെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രപഞ്ചത്തിലെ ദ്രവ്യത്തിന്റെ അവസ്ഥകൾ പഠിക്കാറുണ്ട്. അങ്ങനെ ഈ ദ്രവ്യത്തിന്റെ അവസ്ഥയിൽ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 ഭാഗവും എങ്ങനെ? അതായത് 100-ൽ 75 അങ്ങനെയാണ് അല്ലെ 3/4 ഭാഗം എന്ന് പറയുന്നത്. അതിൽ 3/4 ഭാഗവും 75%, 100-ൽ 75% അടങ്ങിയിരിക്കുന്ന മൂലകം ഏത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ് കേട്ടോ. ഹൈഡ്രജൻ എപ്പോഴാണ് ദ്രാവകമായിട്ട് മാറുക?
ഹൈഡ്രജൻ ദ്രാവകമായിട്ട് മാറുന്ന താപനില എത്രയാണ് ദ്രാവകമായിട്ട് മാറുന്ന താപനില? 253 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. 253 ഡിഗ്രി സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ 253 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ -423 ഡിഗ്രി എന്താണ് ഫാരൻഹീറ്റ് കേട്ടോ. സെൽഷ്യസിൽ പഠിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ദ്രാവകമായിട്ട് മാറുന്ന താപനില സെൽഷ്യസിൽ എത്രയെന്ന് ചോദിച്ചാൽ 253 ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റിൽ എത്രയെന്ന് ചോദിച്ചാൽ -423 ഡിഗ്രി ഫാരൻഹീറ്റുമാണെന്ന് പഠിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചോ? ഇനിയും പഠിക്കാനുണ്ട്. നമുക്ക് ഹൈഡ്രജനെ കുറിച്ച് ഇനിയും ഇഷ്ടംപോലെ പഠിക്കാൻ കിടക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ 13 പോയിന്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഹൈഡ്രജനെ കുറിച്ചിട്ട്. ഒന്നും കൂടി നമുക്ക് റിവിഷൻ ചെയ്യാം. ലാവോസിയാണ് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത്. എന്താണ്? ലാവോസിയാണ് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത്. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് അല്ലെ? ആവർത്തന പട്ടിക നമുക്ക് ഓരോന്നായിട്ട് നോക്കി വരാം. ലാവോസി എന്ത് ചെയ്തു? ഹൈഡ്രജൻ എന്ന പേര് നൽകി. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? രണ്ട് വ്യക്തികളാണ് അല്ലെ? പേര് നൽകിയത് ലാവോസിയ, കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് 1766. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന് എന്ത് ചെയ്തു? ഹെൻറി കാവൻഡിഷ് ഒരു വിശേഷണം കൊടുത്തു. എന്താണ് വിശേഷിപ്പിച്ചത്? കത്തുന്ന വായു എന്ന് വിശേഷിപ്പിച്ചു. കത്തുന്ന വായു എന്ന് വിശേഷിപ്പിച്ചത് ഹൈഡ്രജൻ കണ്ടുപിടിച്ച വ്യക്തി തന്നെയാണ്. ഇനി ഹൈഡ്രജൻ എന്നതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നായിട്ടുള്ള മൂലകമാണ് ഇത് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ സ്വയം കത്തുന്ന ഒരു മൂലകമാണ് ഇത് ഹൈഡ്രജൻ. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകം കൂടിയിട്ടാണ് ഹൈഡ്രജൻ. ഒരു പദാർത്ഥത്തില് നിരോക്സീകരണം നടക്കുന്ന സമയത്ത് അവിടെ സ്വീകരിക്കപ്പെടുന്ന മൂലകം കൂടിയിട്ട് ഏതാണ് ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും പൊതുവായിട്ടുള്ള ഘടകം ഏത് ആസിഡ് എടുത്തോ അതിലെല്ലാം പൊതുവായിട്ട് ഏതുണ്ടാകും? ഹൈഡ്രജൻ ഉണ്ടാകും. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം കൂടിയിട്ടാണ് ഇത് ഹൈഡ്രജൻ. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. ദ്രവ്യത്തിന്റെ മുക്കാൽ ഭാഗം നമ്മുടെ പ്രപഞ്ചത്തില് ഒരുപാട് ദ്രവ്യത്തിന്റെ അവസ്ഥകൾ കാണപ്പെടാറുണ്ട്. അതിൽ 175%, അതായത് മുക്കാൽ ഭാഗവും ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ദ്രാവകമായിട്ട് മാറുന്ന താപനില 253 ഡിഗ്രി സെൽഷ്യസിലാണ്. ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ -423 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. നമ്മൾ ദ്രാവകമായിട്ട് നിൽക്കുന്ന താപനില എത്ര എന്ന് പഠിച്ചു അല്ലെ? എങ്കിൽ ഹൈഡ്രജൻ ഖരമായിട്ട് മാറുന്ന താപനില എത്ര എന്ന് ചോദിച്ചാൽ 259 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ -434 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോ. ഖരമായിട്ട് 259 ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ -434 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ഹൈഡ്രജൻ ഖരമായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന ഒരു അലോഹ മൂലകമാണ്. ഇതൊരു അലോഹ മൂലകമാണ്. പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകം ട്ടോ. അലോഹ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ജലവും പൊട്ടാസ്യം കൂടിയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ജലം പ്ലസ് പൊട്ടാസ്യം ജലവും പൊട്ടാസ്യം തമ്മിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആസിഡുകൾ പ്ലസ് ലോഹങ്ങൾ കേട്ടോ. ആസിഡുകളും ലോഹങ്ങളുമായിട്ട് ആസിഡുകൾ എന്ത് ചെയ്യും? ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകവും ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ ആണ്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നൈട്രജൻ ആണ് അല്ലെ? ഭൂവൽക്കത്തിൽ ഏതാണ്? ഓക്സിജൻ ആണ് അല്ലെ? ഭൂവൽക്കത്തിൽ ഓക്സിജൻ, പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ, പിന്നെ അന്തരീക്ഷത്തിലാണെങ്കിൽ നൈട്രജൻ. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഏരിയ ഭൂമിയിലെ അവിടെ എന്ത് പഠിക്കുക? ഓക്സിജൻ പഠിക്കുക. പിന്നെ നമ്മൾ നമ്മുടെ ചുറ്റും വായു കാണുന്നുണ്ട് അല്ലെ? അവിടെ ഏത് പഠിക്കുക? ഹൈഡ്രജൻ പഠിക്കുക. നമ്മൾ മേലോട്ട് നോക്കുക അന്തരീക്ഷം, അവിടെ നൈട്രജൻ. അങ്ങനെ ഒരു കണക്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി. അപ്പൊ കൺഫ്യൂഷൻ ആകില്ല. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. ഏറ്റവും ലഘുവായിട്ടുള്ള ആറ്റമാണ്. ഏറ്റവും ലഘുവായിട്ടുള്ള ആറ്റം കൂടിയിട്ടാണ് ഇത് ഹൈഡ്രജൻ. അതുപോലെ തന്നെ ഭാരം കുറഞ്ഞത് ട്ടോ.
ഭാരം കുറവ്, ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം കേട്ടോ. ഒരു ഗ്രൂപ്പിലും ആരില്ല? ഒരു ഗ്രൂപ്പിലും ഇല്ല കേട്ടോ. ഒരു ഗ്രൂപ്പിലും ഇല്ലാത്ത എന്താണ് ഉൾപ്പെടാത്ത മൂലകമാണ് ഹൈഡ്രജൻ. അതുപോലെ തന്നെ സിങ്ക്, ഇതൊക്കെ ചോദിച്ചതാണ് കേട്ടോ. സിങ്ക്, സൾഫ്യൂരിക് ആസിഡ്, സിങ്ക്, സൾഫ്യൂരിക് ആസിഡ്. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഇവ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ജ്വലിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. അതുപോലെ തന്നെ വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അതുപോലെ ഈ സസ്യ എണ്ണകൾ ഉണ്ടാവും അല്ലേ? ഈ സസ്യ എണ്ണയിലൂടെ എന്ത് ചെയ്യും? സസ്യ എണ്ണയിലൂടെ ആരെ ഇതാക്കിയിട്ട് വിടും? ഹൈഡ്രജനെ കടത്തിവിടുന്ന സമയത്ത് സസ്യ എണ്ണകളിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വനസ്പതി നിർമ്മിക്കുന്നത് കേട്ടോ. സസ്യ എണ്ണകളിലൂടെ ഹൈഡ്രജൻ വാതകത്തെ കടത്തിവിട്ടിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വായുവിൽ ഇപ്പോൾ ഒരു പൂരം നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ബലൂൺ ഉണ്ടാവും അല്ലേ? അപ്പോ വായുവിൽ ബലൂൺ എന്താണ്? ഉയർന്നു പൊങ്ങുന്നത് കാണാം അല്ലെ? എന്നിട്ട് ഇങ്ങനെ നമ്മൾ കിടന്നിട്ട് അയ്യോ എങ്ങനെ കിട്ടുന്നുണ്ട്. കാരണം ആ വായു അല്ലെ, വായുവില് ഉയർന്നു പൊങ്ങുന്ന ബലൂണില് അല്ലെ, ബലൂണിൽ നിറച്ചിരിക്കുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാല് ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യം അല്ലെ, കാരണം പാചകവാതകത്തിന് പാചകത്തിന് നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിക്കാത്തതിന് കാരണം എന്താണ്? പൊട്ടിത്തെറിക്കുക അല്ലെ? കാരണം കൂടുതൽ കലോറിക മൂല്യം കൂടുതലാണ്. ഇതൊക്കെ ചോദിച്ചതാണ് കേട്ടോ. കൂടുതൽ കലോറിക മൂല്യം ഉള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടി നമുക്ക് നോക്കിയാലോ. നമ്മുടെ ഹൈഡ്രജൻ ഖരമായിട്ട് മാറുന്ന താപനില സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ 259 ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റില് -434 ഡിഗ്രി ഫാരൻഹീറ്റിലുമാണ്. ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന ഒരു അലോഹ മൂലകമാണ്. ഹൈഡ്രജൻ വാതകത്തിന് സാന്ദ്രത കുറവാണ്. ജലവും പൊട്ടാസ്യം തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും ലഘുവായ ആറ്റമാണ് ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞിട്ടുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഒരു ഗ്രൂപ്പിലും ഇല്ലാത്ത മൂലകമാണ്. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. വനസ്പതി നിർമ്മാണത്തിന് ഏത് ഉപയോഗിക്കുന്നു? ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. വനസ്പതി നിർമ്മിക്കുന്നത് സസ്യ എണ്ണകളിലൂടെ ഹൈഡ്രജൻ വാതകത്തെ കടത്തിവിട്ടിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്. വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം കൂടിയിട്ടാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ 2 സ്ലൈഡിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയല്ലോ. നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? റിവിഷൻ കഴിഞ്ഞിട്ടില്ല. ഹൈഡ്രജനെ കുറിച്ചിട്ട് ഇനിയും പഠിക്കാനുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഏറ്റവും കുറവ് ഐസോട്ടോപ്പുകൾ ഉള്ള മൂലകം, ഏറ്റവും കുറവ് ഐസോട്ടോപ്പുകൾ ഉള്ള മൂലകമാണ് ഏത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. എത്ര ഐസോട്ടോപ്പാണ്? 3 ഐസോട്ടോപ്പാണ് അല്ലെ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം അല്ലെ? ഏതൊക്കെയാണ് 3 ഐസോട്ടോപ്പുകൾ? പ്രോട്ടിയം, അതായത് പ്രോട്ടിയം, പിന്നെ ഏതാണ്? ഡ്യൂട്ടീരിയം, പിന്നെ ട്രിഷിയം. ഇതാണ് ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പുകൾ. എപ്പോഴും ചോദിക്കാറുണ്ട്. സാധാരണ ഹൈഡ്രജൻ ആണ് ഏത്? പ്രോട്ടിയം എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ ഹൈഡ്രജൻ ആണ് ഏത്? പ്രോട്ടിയം എന്ന് പറയുന്നത്. ഇനി സുലഭമായിട്ട് സാധാരണ കാണപ്പെടുന്ന ഹൈഡ്രജൻ ആണ് പ്രോട്ടിയം. അതുപോലെ തന്നെ സുലഭമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. ഏതിനെ? പ്രോട്ടിയത്തെ കാണപ്പെടുന്നുണ്ട്. ഇനി ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ് ഡ്യൂട്ടീരിയവും ട്രിഷിയവും എന്ന് പറയുന്നത്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏത്? ചോദ്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയ ഐസോട്ടോപ്പ് ഏത് എന്ന് ചോദിച്ചാൽ അത് ട്രിഷിയമാണ് കേട്ടോ. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് ഏതെന്ന് ചോദിച്ചാൽ ട്രിഷിയം ആണ്.
ഇനി ഈ ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണ് ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ? ഓർത്തോ ഹൈഡ്രജൻ. ഏതാണ്? ഓർത്തോ ഹൈഡ്രജൻ. എച്ച് എന്ന് മാത്രമേ ഇടുന്നുള്ളൂ. ഞാൻ ഹൈഡ്രജന് ഓർത്തോ ഹൈഡ്രജനും അതുപോലെ തന്നെ പാരാ ഹൈഡ്രജനും ഹൈഡ്രജന്റെ രൂപാന്തരങ്ങളാണ്. ഈ ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ് ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത്? ഹെയ്സൻബർഗ് ആണ്. ഹെയ്സൻബർഗ് ആണ് ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത്. ഈ ഹൈഡ്രജന്റെ സംയുക്തമുണ്ട്. ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജന്റെ ഒരു സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. എന്താണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നതിന്റെ അർത്ഥം എന്താണ്? തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ള സംയുക്തമാണ്. തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ള ഹൈഡ്രജന്റെ സംയുക്തം ഏതെന്ന് ചോദിച്ചിട്ട് ഹൈഡ്രജന്റെ ഡിഫറെന്റ് വിത്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. കണ്ടോ? പുസ്തകം അന്ന് കണക്കാക്കണം കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ സംയുക്തം ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അതുപോലെ തന്നെ ഈ പഴയ എണ്ണച്ചായ ചിത്രങ്ങളില് നിറം നിലനിർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പൊ ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എണ്ണച്ചായ ചിത്രങ്ങളില്, പഴയ എണ്ണച്ചായ ചിത്രങ്ങളില് അവയുടെ നിറം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ സംയുക്തവും ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഇനി മനുഷ്യനിർമ്മിത പെട്രോൾ ആയിട്ട് ഏതാണ്? മനുഷ്യനിർമ്മിത പെട്രോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇനി ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല അല്ലെ, കാരണം നമ്മൾ പറഞ്ഞു സ്ഫോടന സാധ്യത ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു ഹൈഡ്രജനെ കുറിച്ചിട്ട്? ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലെ. ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന് 3 ഐസോടോപ്പാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം അല്ലേ? ഇനി ഈ പ്രോട്ടിയത്തിന്റെ വിശേഷണങ്ങൾ എന്താണ്? പ്രോട്ടിയത്തിന്റെ വിശേഷണം നമ്മൾ എന്തൊക്കെ പഠിച്ചു? സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് പ്രോട്ടിയമാണ്. സുലഭമായിട്ട് കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. ഇത് രണ്ടെണ്ണം പഠിച്ചു. ഡ്യൂട്ടീരിയവും ട്രിഷ്യത്തെ കുറിച്ച് പഠിച്ചു. ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയവും ട്രിഷ്യവും. ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയവും ട്രിഷ്യവും എന്ന് പറയുന്നത്. ഇനി റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് ട്രിഷ്യമാണ്. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏത് എന്ന് ചോദിച്ചാൽ ട്രിഷ്യമാണ്. ഇനി ഹൈഡ്രജന് രൂപാന്തരങ്ങളുണ്ട്, വിവിധ രൂപാന്തരങ്ങൾ. ഓർത്തോ ഹൈഡ്രജനും പാരാ ഹൈഡ്രജനും 2 രൂപാന്തരങ്ങളുണ്ട്. ഈ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ഹെയ്സൻബർഗ് ആണ്. ഇനി ഹൈഡ്രജന്റെ ഒരു സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയുള്ള തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ള ഹൈഡ്രജന്റെ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പഴയ എണ്ണച്ചായ ചിത്രങ്ങളിൽ നിലനിർത്താൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. മനുഷ്യനിർമ്മിത പെട്രോൾ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാത്തതിന് കാരണം അതിന് സ്ഫോടന സാധ്യത ഉള്ളത് കൊണ്ട്. ഈ ഹൈഡ്രജനിൽ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാറുണ്ട്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, ഘനജലം. എന്താണ് ഈ ഘനജലം എന്ന് പറയുന്നത്? ഹെവി വാട്ടർ എന്ന് പറയും അല്ലെ, ഹെവി വാട്ടർ, ഘനജലം. എന്തൊക്കെയാണ് നമ്മൾ ഘനജലത്തെ കുറിച്ച് പഠിക്കാറുള്ളത്? ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം. ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്, പ്രോട്ടിയം അല്ല, ട്രിഷ്യം അല്ല. ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം എന്ത് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഉണ്ടാകുന്ന സംയുക്തമാണ് ഡ്യൂട്ടീരിയം. എന്ത് ചെയ്യുന്നു? ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം എന്ന് പറയുന്നത്. ഘനജലം എന്ന് പറയുന്നത് D2O, ഡ്യൂട്ടീരിയം. കണ്ടോ? ഡ്യൂട്ടീരിയം, അത് ഡ്യൂട്ടീരിയം ഓക്സിജൻ. കണ്ടോ? ഡ്യൂട്ടീരിയം പ്ലസ് ഓക്സിജൻ ആണ് കേട്ടോ. ഡ്യൂട്ടീരിയം എന്ത് ചെയ്യാണ്? ഓക്സിജനുമായിട്ട്
പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം. ഘനജലം എങ്ങനെയാണ് ഇത്? D2O എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള അല്ലെ, നമ്മുടെ പ്രകൃതിദത്ത ജലത്തിൽ എന്തായിരിക്കും? ജലമായിരിക്കും അല്ലെ. പ്രകൃതിദത്തമായിട്ടുള്ള ജലത്തിൽ എന്തായിരിക്കും? ജലത്തിലായിരിക്കും. അതില് 6000-ൽ 1 ഭാഗം എന്തായിരിക്കും? 6000-ൽ 1 ഭാഗം എന്ന് പറയുന്നത് ഘനജലമായിരിക്കും ട്ടോ. ഘനജലം ആയിരിക്കും. ഇനി ഈ ഘനജലത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഘനജലത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഘനജലത്തിന്റെ ഉപയോഗങ്ങൾ ന്യൂക്ലിയർ റിയാക്ടറിൽ ഒന്ന് പഠിച്ചോ. ന്യൂക്ലിയർ റിയാക്ടറുകളില് എന്ത് ചെയ്യുന്നു? മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ ഉപയോഗമാണ് ഡ്യൂട്ടീരിയം ഐസോട്ടോപ്പിന്റെ നിർമ്മാണത്തിന്. പിന്നെ എന്താണ് മൂന്നാമത്തെ ഉപയോഗം? രാസപ്രവർത്തനങ്ങളിൽ ട്രേസർ ആയിട്ടും ഉപയോഗിക്കുന്നു. രാസപ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുന്നു? ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഘനജലത്തിന്റെ ഉപയോഗങ്ങളാണ്. അപ്പൊ ഘനജലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഡ്യൂട്ടീരിയം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം. D2O എന്നാണ് അതിന്റെ കെമിക്കൽ രൂപാന്തരം. നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള ജലത്തിൽ എന്തായിരിക്കും? ജലമായിരിക്കും അല്ലെ. അപ്പോ ആ ജലത്തില് 6000-ൽ 1 ഭാഗം എന്തായിരിക്കും? ഘനജലം ആയിരിക്കും. ഘനജലത്തിന്റെ ഉപയോഗങ്ങള് ന്യൂക്ലിയർ റിയാക്ടറുകളിലെ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഡ്യൂട്ടീരിയം ഐസോട്ടോപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. രാസപ്രവർത്തനങ്ങളിൽ ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് ഹൈഡ്രജനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത് ട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിജനിലേക്ക്. നമുക്കിനി ഓക്സിജൻ പഠിക്കാം ട്ടോ. ഓരോന്നോരോന്നായിട്ട് ഒപ്പം പഠിച്ചു വരാം. ജീവവായു എന്ന് അറിയപ്പെടുന്നത്, ജീവവായു അല്ലെ, നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലെ. ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. അതുപോലെ ഈ സസ്യങ്ങളെ, ഇപ്പൊ പകൽ സമയത്ത് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട് അല്ലെ. സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ എന്ത് വേണം? സൂര്യപ്രകാശം വേണം അല്ലെ. അപ്പൊ സസ്യങ്ങള് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഏതാണ്? ഓക്സിജൻ ആണ് അല്ലെ. ഓക്സിജൻ ആണ്. ഇനി സസ്യങ്ങളിലെ ശ്വസനവാതകം കൂടിയിട്ടാണ്. സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ്? ഓക്സിജൻ ആണ് കേട്ടോ. ശ്വസനവാതകം ഓക്സിജൻ ആണ്. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ജോസഫ് പ്രീസ്റ്റ്ലി ആണ് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത്. 1774 ഓക്സിജൻ കണ്ടുപിടിച്ചിട്ടാണ് ഏത് കണ്ടുപിടിച്ചിരിക്കുന്നത്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെ. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഇനി ഓക്സിജൻ എന്ന പേര് നൽകിയത് ആരാണ്? ലാവോസിയ കേട്ടോ. അപ്പൊ ഹൈഡ്രജന് പേര് നൽകിയതും ഓക്സിജന് പേര് നൽകിയതും ആര് തന്നെയാണ്? ലാവോസിയ തന്നെയാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണെങ്കിൽ ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ആണെന്നുള്ളത് അവിടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി പക്ഷെ നമ്മളിപ്പോ ചെറിയൊരു തർക്കമൊക്കെ നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. കാരണം ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ആണെന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചു. പക്ഷേ ആദ്യമായിട്ട് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് കോൾ വില്യം ഷീലെ. കാരണം ഇതും ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതും ഒരിക്കൽ PSC ചോദിച്ചിട്ടുണ്ട്, ആൻസർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കോൾ വില്യം ഷീലെ ആണെന്നും എന്ത് ചെയ്യുന്നുണ്ട്? വാദം നിലനിൽക്കുന്നുണ്ട്. ജോസഫ് പ്രീസ്റ്റ്ലി ഉത്തരമായിട്ട് നമുക്ക് ഓപ്ഷനിൽ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോൾ വില്യം ഷീലയെ ആൻസർ ആയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ജോസഫ് പ്രീസ്റ്റ്ലി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രം കോൾ വില്യം ഷീല ഉണ്ടെങ്കിൽ അവിടെ ആൻസർ ഏതായിരിക്കും? ഓക്സിജൻ കണ്ടുപിടിച്ചതിന് കോൾ വില്യം ഷീല ആയിരിക്കും. ഇനി ഇതിന്റെ അർത്ഥം എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നത് അല്ലെ. അർത്ഥം ഓക്സിജന്റെ അർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നത്. എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഏത് ഉപയോഗിക്കുന്നത്? ഓക്സിജൻ ട്ടോ. ഇനി ഓക്സിജൻ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയ.
ഓക്സിജനെ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നു? ആംശിക സ്വേദനം എന്ന് പറയുന്നു കേട്ടോ. ആംശിക സ്വേദനം എന്ന് പറയുന്നു. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ആംശിക സ്വേദനം. അതുപോലെ തന്നെ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം അല്ലെ, ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാലും ഓക്സിജൻ ആണ്. അതുപോലെ റോക്കറ്റില് ഓക്സൈഡായിട്ട് ഉപയോഗിക്കുന്നത്, റോക്കറ്റില് എന്ത് ചെയ്യുന്നു? ഓക്സൈഡായിട്ട് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ദ്രാവക ഓക്സിജൻ ആണ്, അല്ലെങ്കിൽ ദ്രവ ഓക്സിജൻ എന്നും പറയും കേട്ടോ. ദ്രാവക ഓക്സിജൻ അല്ലെങ്കിൽ ദ്രവ ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് എത്രയാണ്? അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് എത്രയാണ്? 21%. അല്ലെ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ വാതകം ഏതാണ്? നൈട്രജൻ ആണ്. 78% പഠിക്കാറുണ്ട് നമ്മള്. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 21%. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്സിജൻ അല്ലെ ജീവവായു ആണ് അല്ലെ. നമുക്ക് ഓരോരുത്തർക്കും, സസ്യങ്ങൾക്കോ മൃഗങ്ങൾക്കോ ഏത് ഒരു ജീവൻ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടോ അതിനെല്ലാം എന്താവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ് അല്ലെ. അപ്പൊ ജീവവായു എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓക്സിജൻ ആണ്. ജീവവായു എന്നറിയപ്പെടുന്നു. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. സസ്യങ്ങളുടെ ശ്വസനവാതകം ഓക്സിജൻ ആണ്. ഓക്സിജൻ കണ്ടുപിടിച്ച ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. പിന്നെ കാൾ വില്യം ഷീലെ എന്നും തർക്കം നിലനിൽക്കുന്നുണ്ട്. ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയ. ഓക്സിജന്റെ അർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നത് എന്നാണ്. വ്യാവസായികമായിട്ട് ഓക്സിജന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന ആംശിക സ്വേദനം എന്നാണ്. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. റോക്കറ്റുകളില് എന്ത് ചെയ്യുന്നു? ഓക്സൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ദ്രാവക ഓക്സിജൻ ആണ്, അല്ലെങ്കിൽ ദ്രവ ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് 21%. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? സ്വയം കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലെ. പക്ഷെ ഇവിടെ ആൾ എന്താ ചെയ്യുന്നത്? കത്താൻ സഹായിക്കുന്നു അല്ലെ. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. അതേപോലെ നമ്മുടെ മനുഷ്യ ശരീരത്തില് ആഹാരം എന്ത് ചെയ്യുന്നുണ്ട്? ഏത് വാതകവുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഊർജം ഉണ്ടാക്കുന്നത്? നമ്മുടെ മനുഷ്യ ശരീരത്തില് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യ ശരീരത്തില് ഏത് വാതകവുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഓക്സിജൻ ഊർജം ഉണ്ടാകുന്നത്? ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ എനർജി വേണം അല്ലേ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? എനർജി. നമ്മൾ ചിലപ്പോൾ സമയത്ത് പറയാറുണ്ട് അല്ലേ, ഇന്ന് വലിയ എനർജി ഇല്ല, ഭയങ്കര ക്ഷീണം, ഭയങ്കര ടയേർഡാണ്, ഒന്നും നിന്നെ പഠിക്കാൻ വയ്യ, ഭയങ്കര കിടക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയാം. അപ്പൊ നല്ല ഫുഡൊക്കെ കഴിക്കുക. നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഓക്സിജനുമായിട്ടൊക്കെ പ്രവർത്തിക്കട്ടെ. അപ്പൊ നമുക്ക് നല്ല എനർജി വരട്ടെ അല്ലേ. അങ്ങനെ മനുഷ്യ ശരീരത്തിൽ അപ്പൊ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തെറ്റിക്കാൻ പാടില്ല കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഊർജം ഉണ്ടാകുന്നത് കേട്ടോ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ് കേട്ടോ. ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിലും ഏറ്റവും കൂടുതൽ ഏത് തന്നെയാണ്? മനുഷ്യ ശരീരത്തിലും ഏത് തന്നെയാണ്? ഓക്സിജൻ ആണ് കേട്ടോ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് കേട്ടോ. അന്തരീക്ഷ വായുവില് 2ാം സ്ഥാനമാണ് കേട്ടോ. സെക്കൻഡ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ 21%. നൈട്രജൻ ആണ് ഫസ്റ്റ് വരുന്നത് 78%. ഓക്കെ. അപ്പൊ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഓർമ്മുന്നുണ്ടോ? നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ പഠിച്ചിട്ട് എനർജി ഒക്കെ പോയോ? കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തില് നമ്മൾ കഴിക്കുന്ന ആഹാരം ഓക്സിജൻ എന്ന വാതകവുമായി പ്രവർത്തിച്ച് ഊർജം നിർമ്മിക്കുന്നു. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതും ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിലാണെങ്കിൽ 2ാം സ്ഥാനത്താണ് 21%. പക്ഷെ അന്തരീക്ഷത്തിൽ 1ാം സ്ഥാനം നൈട്രജൻ ആണ്. അത് അവിടെ ഒന്നും കൂടിയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അതേപോലെ ഈ നിറമില്ല, മണമില്ല, അതുപോലെ തന്നെ രുചിയുമില്ല. ആർക്കില്ല? ഓക്സിജന്
ഇല്ല കേട്ടോ. ഓക്സിജൻ വാതകത്തിന് നിറമില്ലെങ്കിൽ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പറയും എന്തില്ല? നിറവുമില്ല, മണവുമില്ല, രുചിയുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഖര അവസ്ഥയിലും എങ്ങനെയാണ്? ഖര അവസ്ഥയിലും ദ്രാവക അവസ്ഥയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇളം നീല നിറത്തില് ഓക്സിജനെ കാണപ്പെടുന്നത് കേട്ടോ. ഇനി ഒരു പദാർത്ഥം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്ന പ്രതിഭാസം. ഒരു പദാർത്ഥം എന്ത് ചെയ്യാണ്? ഒരു പദാർത്ഥം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ജ്വലനം എന്ന് പറയുന്നത് കേട്ടോ. ജ്വലനം. ഇനി നമ്മൾ ശുദ്ധജലം ഉണ്ടല്ലോ, ശുദ്ധജലത്തിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? ശുദ്ധജലത്തിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനം? 89% കണ്ടോ. അതിന്റെ ഇമ്പോർട്ടന്റ് നോക്കിക്കേ. ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവ് 89% കേട്ടോ. ഇനി നമുക്കറിയാം മുങ്ങൽ വിദഗ്ധർ അല്ലെ, മുങ്ങൽ വിദഗ്ധർ. ഈ മുങ്ങൽ വിദഗ്ധര് ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്ന മുങ്ങൽ വിദഗ്ധര് അവർ ആ മുങ്ങുന്ന സമയത്ത് അവർക്ക് ഓക്സിജൻ വേണമല്ലേ, അവർ അതൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ. ആ സമയത്ത് ആ സിലിണ്ടറിൽ നിറച്ചിരിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജനും ഹീലിയവുമാണ് കേട്ടോ. ഓക്സിജനും ഹീലിയവുമാണ് കേട്ടോ. ഇനി ഓക്സിജൻ ദ്രാവകമായിട്ട് മാറുന്നത് താപനില. ഓക്സിജൻ എപ്പോൾ നമ്മൾ നേരത്തെ ഹൈഡ്രജൻ പറഞ്ഞു ദ്രാവകമായിട്ട് മാറുന്നതും ഖരമായിട്ട് മാറുന്നതും പറഞ്ഞു അല്ലെ. എങ്കിൽ ഓക്സിജൻ ദ്രാവകമായിട്ട് മാറുന്ന താപനില എത്രയാണ്? 183 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ 183 മൈനസ് 297 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് കേട്ടോ. ഫാരൻഹീറ്റില്. ഇനി നമുക്ക് ഖരമായിട്ട് മാറുന്നത് പഠിക്കണം അല്ലേ. ഖരമായിട്ട് മാറുന്ന താപനില എത്ര ചോദിച്ചാൽ 219 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. 219 മൈനസ് 362 ഡിഗ്രി ഫാരൻഹീറ്റിലുമാണ് ഖരമായിട്ട് മാറുന്നത്. ഇനി ഓക്സിജന്റെ രൂപാന്തരം ഏതാണ്? നമ്മൾ അവിടെ ഹൈഡ്രജന്റെ രൂപാന്തരം പഠിച്ചു അല്ലെ, ഓർത്തോയും പാരയും പഠിച്ചു. അപ്പൊ എങ്കിൽ ഓക്സിജന്റെ രൂപാന്തരം ഏതാണ്? ഓസോൺ ആണ്. ഓക്സിജന്റെ രൂപാന്തരം ഓസോൺ ആണ് കേട്ടോ. ഓസോൺ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓക്കെ ആയല്ലോ. ഇവിടെ എന്തൊക്കെ പഠിച്ചു? കത്താൻ സഹായിക്കുന്നത് മനുഷ്യ ശരീരത്തില് നമ്മുടെ ഓരോ ആഹാരങ്ങള് ഓക്സിജൻ എന്ന വാതകവുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഊർജ്ജം നിർമ്മിക്കുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൽ 2ാം സ്ഥാനമാണ്. നിറം, മണം, രുചിയില്ല. പക്ഷെ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഇളനീല നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. ഒരു പദാർത്ഥം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ജ്വലനം എന്ന് പറയുന്നത്. ശുദ്ധജലത്തിൽ ഓക്സിജന്റെ അളവ് 89%. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ ഓക്സിജനും ഹീലിയവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്സിജൻ ദ്രാവകമായിട്ട് മാറുന്ന താപനില 183 ഡിഗ്രി സെൽഷ്യസിലും ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ മൈനസ് 297 ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റിലുമാണ്. ഖരാവസ്ഥയായിട്ട് മാറുന്നത് 219 ഡിഗ്രി സെൽഷ്യസും മൈനസ് 362 ഡിഗ്രി ഫാരൻഹീറ്റിലുമാണ്. ഓക്സിജന്റെ രൂപാന്തരമാണ് ഓസോൺ എന്ന് പറയുന്നത് കേട്ടോ. ഓസോൺ. അപ്പോ ഓക്സിജന്റെ രൂപാന്തരം പറഞ്ഞു അല്ലെ. ഓക്സിജന്റെ രൂപാന്തരം നമ്മൾ ഏതാടാ പറഞ്ഞത്? ഓക്സിജന്റെ രൂപാന്തരം ഓസോൺ ആണ് പറഞ്ഞു അല്ലെ. ഓസോൺ. ഓക്സിജന്റെ രൂപാന്തരം ഓസോൺ എന്ന് പറഞ്ഞു അല്ലെ. ഈ ഓസോൺ തന്മാത്രയിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് അറിയോ? 3 ആറ്റങ്ങളാണ് കേട്ടോ. ഓസോൺ തന്മാത്രയിൽ എത്ര ആറ്റങ്ങളാണ്? 3 ആറ്റങ്ങളാണ് കേട്ടോ. ഓസോൺ കവചം ഏത് അന്തരീക്ഷ പാളിയിൽ? നമ്മൾ അന്തരീക്ഷ പാളി പഠിക്കാറുണ്ട് അല്ലെ. എന്താണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാറുണ്ട് അല്ലെ. അതിൽ ഏത് പാളിയിലാണ് ഓസോൺ കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലെ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഏത് കാണപ്പെടുന്നത്? ഇത് എപ്പോഴും PSCയുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് അല്ലെ. ഇതാണ് നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് വേൾഡ് ജോഗ്രഫിയിലാണ് അത് പഠിക്കാനുള്ളത്. അപ്പം സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് ചെയ്യുന്നത്? ഓസോൺ തന്മാത്രകൾ കാണപ്പെടുന്നത് അല്ലെ. അത് പഠിക്കണം. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഈ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകങ്ങൾ അല്ലെ. ഓസോണിനെ നശിപ്പിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? പഠിക്കാറില്ലേ നമ്മള്? കാർബൺ മോണോക്സൈഡ്. ഏതാണ്? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്. പിന്നെ ഏതാണ് വരിക? ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെ. CFC എന്ന് പറയും. ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെ. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിന് അർത്ഥം എന്താണ്? ഞാൻ മണക്കുന്നു ട്ടോ. അതാണ് അർത്ഥം. അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണ്?
അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16. വെരി ഇതിലത്തെ ഏത് ഞാൻ എടുത്തെടുത്ത് പറയാത്തത്, ഇത് വന്നിട്ടുണ്ട് അത് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയാത്ത എന്താണെന്ന് അറിയോ, എല്ലാം വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പിക്കിന് കേട്ടോ. സെപ്റ്റംബർ 16 കേട്ടോ. ഇനി നമ്മുടെ അന്തരീക്ഷത്തില് ഓസോണിന്റെ അളവ് എത്രയാണ്? അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് എത്ര? 0.0001% കേട്ടോ. 4 ഉണ്ട്, ദശാംശം കഴിഞ്ഞിട്ട് 4 സ്ഥാനമുണ്ട്. 0.001% കേട്ടോ. ഓസോണിന്റെ നിറം എന്താണ്? ഓസോണിന്റെ നിറം ഇളം നീലയാണ് കേട്ടോ. ഇളം നീലയാണ് ഓസോണിന്റെ നിറം. ഇനി ഓക്സിജൻ, നമ്മൾ ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ പഠിച്ചു അല്ലെ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. അതുപോലെ പ്രോട്ടിയത്തിന്റെ വിശേഷണങ്ങൾ പഠിച്ചു, ഡ്യൂട്ടീരിയത്തിന്റെ വിശേഷണം പഠിച്ചു, ട്രിഷിയത്തിന്റെ വിശേഷണം ഒക്കെ നമ്മൾ പഠിച്ചു. എങ്കിൽ നമുക്ക് ഓസോണിന് വിടാൻ പറ്റുമോ? ഓസോണിന്റെ ഐസോടോപ്പ് നമുക്ക് പഠിക്കണ്ടേ? ഓക്സിജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? ഓക്സിജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെ? ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18 ആണ് കേട്ടോ. ഇനി മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത്, മിനറൽ വാട്ടർ ഒക്കെ നമ്മൾ കുടിക്കാറുണ്ട് അല്ലെ? അണുവിമുക്തമാക്കിയിട്ടാണ് ഇങ്ങോട്ട് എത്തിക്കുന്നത് അല്ലെ? ആ മിനറൽ വാട്ടർ നമ്മള് ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? മാധ്യമങ്ങൾ ഉണ്ടായിരുന്നല്ലോ, മറ്റേ ആ വാട്ടറിന്റെ അതേ പേരിൽ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് വേറൊരു വാട്ടർ ബോട്ടിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ മിനറൽ വാട്ടർ ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് ആ കമ്പനി തന്നെയാണോ എന്നുള്ളത് കൺഫേം ആക്കട്ടെ, നമുക്ക് തിരിച്ചറിയേയില്ല. അതേ സിഗ്നൽ, അതായത് ഒരു അക്ഷരം അങ്ങോട്ടിട്ട് ഒരു അക്ഷരം ഇങ്ങോട്ട് മാറ്റിയിട്ട് കമ്പനിയുടെ പേര് മാറ്റിയിരിക്കുകയാണ്. പെട്ടെന്ന് പോയിട്ട് കുടിക്കുക. പക്ഷെ ആ വെള്ളത്തിൽ ഒരുപാട് ബാക്ടീരിയകൾ കണ്ടെത്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? അൾട്രാ വയലറ്റ് കിരണങ്ങൾ അല്ലെ? UV റൈസും പിന്നെ ഏതാണ് ഉപയോഗിക്കുന്നത്? ഓസോണുമാണ് കേട്ടോ. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ അൾട്രാ വയലറ്റ് കിരണങ്ങളും ഓസോണും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അത് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു? ഓസോണിന്റെ ഓക്സിജന്റെ രൂപാന്തരമാണ് ഏതെന്ന് പഠിച്ചു? ഓസോൺ എന്ന് പഠിച്ചു. ഓസോണിൽ 3 ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓസോൺ കാണപ്പെടുന്നത് അന്തരീക്ഷ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ന് പറഞ്ഞു. പിന്നെ ഓസോൺ വാതകത്തെ നശിപ്പിക്കുന്നതാണ് കാർബൺ മോണോക്സൈഡും CFC ക്ലോറോ ഫ്ലോറോ കാർബണും. പിന്നെ ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം ഞാൻ മണക്കുന്നു എന്നാണ്. അന്താരാഷ്ട്ര ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. അന്തരീക്ഷത്തിൽ ഓക്സിജൻ അളവ് 0.0001%. ഓസോണിന്റെ നിറം ഇളം നീലയാണ്. ഓക്സിജന്റെ ഐസോടോപ്പുകളാണ് ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് UV റൈസ്, ഓസോണുമാണ്. അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഈ കാർബണിക രസതന്ത്രം ഉണ്ടല്ലോ, ഈ കാർബൺ സംയുക്തങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്ന ശാസ്ത്രശാഖയെ പറയുന്ന പേരാണ് ഇത് കാർബണിക രസതന്ത്രം എന്ന് പറയുന്നത് കേട്ടോ. കാർബണിക രസതന്ത്രം, കാർബണിനെ കുറിച്ചിട്ട് കേട്ടോ, കാർബൺ സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർബണിക രസതന്ത്രം. ഓർഗാനിക് സംയുക്തങ്ങളുടെ പൊതു ഘടകമാണ് ഏത്? കാർബൺ എന്ന് പറയുന്നത് കേട്ടോ. ഓർഗാനിക് സംയുക്തങ്ങളുടെ പൊതു ഘടകം ഏത് എന്ന് ചോദിച്ചാൽ കാർബൺ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഓർഗാനിക് സംയുക്തങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഹാലജൻ, നൈട്രജൻ, സൾഫർ എന്നിവ കണ്ടെത്തുന്നതിനുള്ള പൊതു പരിശോധനയെ പറയുന്ന പേരാണ് ലെസൻസ് പരീക്ഷണം കേട്ടോ. ലെസൻസ് ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ലെസൻസ് പരീക്ഷണം, അതായത് ഓർഗാനിക് സംയുക്തങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഏതൊക്കെയാണ്? ഹാലജൻ, നൈട്രജൻ, പിന്നെ സൾഫറും ട്ടോ. സൾഫർ ഇതിനെ കണ്ടെത്താനുള്ള പൊതു പരിശോധനയെ പറയുന്ന പേരാണ് ലെസൻസ് പരീക്ഷണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ? ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് 38 മിനിറ്റ് ആയി അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തണം അല്ലെ? പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്താണ്ട് നമുക്ക് പഠിച്ചിട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പഠിച്ചു അല്ലെ? ഹൈഡ്രജനെ കുറിച്ചിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആവർത്തന പട്ടികയിലെ ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ പറഞ്ഞു. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഹൈഡ്രജൻ വാതകത്തിന് എന്താണ് വിശേഷണം നൽകിയത് പറയാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഹൈഡ്രജൻ വാതകത്തിന് നൽകിയ വിശേഷണം എന്താണ്?
എന്താണ് പറഞ്ഞേ? കത്തുന്ന വായു എന്ന് പറഞ്ഞു അല്ലെ? കത്തുന്ന വായു, ഇൻഫ്ലമബിൾ എയർ എന്ന് പറഞ്ഞു. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്? ലാവോസിയ. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത് ലാവോസിയാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണെന്ന് പറഞ്ഞു. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ആണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു വാദം നിലനിൽക്കുന്നുണ്ട്, കാൾ ഷീലെ എന്നും അർത്ഥമുണ്ട്. ഓപ്ഷൻ അനുസരിച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഇനി ഹൈഡ്രജൻ എന്ന പേരിന് അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നു. അറ്റോമിക നമ്പറും മാസ് നമ്പറും എത്രയാണ്? 1 ആണ്. സ്വയം കത്തുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ പറഞ്ഞു. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ പറഞ്ഞു. എല്ലാ ആസിഡുകളിലും പൊതുവായിട്ടുള്ള ഘടകമാണ്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം കൂടിയിട്ടാണ്. പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 ഭാഗവും ഹൈഡ്രജൻ ആണ് പറഞ്ഞു. ഹൈഡ്രജൻ ദ്രാവകമായിട്ട് മാറുന്ന താപനില എത്രയാണ് പഠിച്ചത്? 253 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റ് പറയുകയാണെങ്കിൽ -423 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് പറഞ്ഞു. ഖരമായിട്ട് മാറുന്നത് 259 ഡിഗ്രി സെൽഷ്യസിലാണ്. -434 ഡിഗ്രി ഫാരൻഹീറ്റ് തന്നെയാണ് ഖരമായിട്ട് മാറുന്നത് പറഞ്ഞു. ലോഹ ഗുണം പ്രദർശിപ്പിക്കുന്ന ഒരു അലോഹ മൂലകമാണ് പറഞ്ഞു. സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് പറഞ്ഞു. ജലവും പൊട്ടാസ്യവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ്. ആസിഡുകൾ ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത് ഹൈഡ്രജൻ ആണ്. പിന്നെ സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന വാതകം ഹൈഡ്രജൻ ആണെന്ന് പറഞ്ഞു അല്ലെ? ജലം, പൊട്ടാസ്യം, ആസിഡ്, ലോഹം, പിന്നെ സിങ്ക്, സൾഫ്യൂരിക് ആസിഡ് അല്ലെ? ഇവയൊക്കെ പ്രവർത്തിക്കുമ്പോഴും കിട്ടുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണെന്ന് പറഞ്ഞു. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. ഏറ്റവും ലഘുവായ ആറ്റമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ്. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുന്നില്ല. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. വനസ്പതി നിർമ്മിക്കുന്നത് സസ്യ എണ്ണകളിലൂടെ ഹൈഡ്രജൻ വാതകത്തെ കടത്തി വിട്ടിട്ടാണെന്ന് പറഞ്ഞു. വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ആണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ളത് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം പറഞ്ഞു. 3 ഐസോട്ടോപ്പ് ആണെന്ന് പഠിക്കുക. സാധാരണ ഹൈഡ്രജൻ ആണ്. അതുപോലെ സുലഭമായിട്ട് കാണുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് രണ്ടും ഏതാണ്? പ്രോട്ടിയം ആണ്. പിന്നെ ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിന് ഡ്യൂട്ടീരിയവും ട്രിഷിയവുമാണ്. പക്ഷെ റേഡിയോ ആക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് ട്രിഷിയം ആണ്. ഹൈഡ്രജന്റെ 2 രൂപാന്തരങ്ങൾ ഓർത്തോയും പാരാഹൈഡ്രജനും രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ഹെയ്സൻബർഗ് ആണ്. പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന സംയുക്തത്തെ കുറിച്ച് പറഞ്ഞു. ഹൈഡ്രജൻ പെറോക്സൈഡിനെ കുറിച്ചിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. പിന്നെ ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് പറഞ്ഞു. പഴയ എണ്ണച്ചായ ചിത്രങ്ങളിൽ നിറം നിലനിർത്താനായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് പറഞ്ഞു. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല, കാരണം അതിന് സ്ഫോടന സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഹൈഡ്രജന്റെ ഒപ്പം പഠിക്കേണ്ടതാണ് ഘനജലം അല്ലെ? ഘനജലം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം, ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഏതാണ്? ഘനജലം, D2O അല്ലെ? D2O. പിന്നെ ഘനജലത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാ പഠിച്ചത്? 3 ഉപയോഗങ്ങൾ നമ്മൾ ഘനജലത്തിന്റെ പഠിച്ചു. ഘനജലം പറയുമ്പോൾ ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് ഘനജലം എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്, പഠിക്കുക. ഇനി ഘനജലത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ന്യൂക്ലിയർ റിയാക്ടറുകളില് മോഡറേറ്റർ ആയിട്ട്, ഡ്യൂട്ടീരിയം ഐസോട്ടോപ്പിന്റെ നിർമ്മാണത്തിന്, രാസപ്രവർത്തനത്തില് ട്രേസർ ആയിട്ടും ഘനജലം ഉപയോഗിക്കുന്നു, അത് പറഞ്ഞു. പിന്നെ നമ്മൾ ഓക്സിജനിലേക്ക് പഠിച്ചു. ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തെ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ്. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയാണ്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഓക്സിജൻസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്സിജൻ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയ ആംശിക സ്വേദനമാണ്. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ്. റോക്കറ്റിൽ ഓക്സൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നു. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് 21%. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏതു വാതകവുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഊർജ്ജം ഉണ്ടാകുന്നത്? ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ 2ാം സ്ഥാനമാണ് ഓക്സിജൻ ഉള്ളത്. നിറമണം രുചിയൊന്നും ഇല്ല, പക്ഷെ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. ഒരു പദാർത്ഥം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ ജ്വലനം എന്ന് പറയുന്നു. ശുദ്ധജലത്തിൽ ഓക്സിജന്റെ അളവ് നമ്മൾ പറഞ്ഞു 89% എന്ന് പറഞ്ഞു. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ ഓക്സിജനും ഹീലിയവുമാണ് നിറയ്ക്കുന്നത് പറഞ്ഞു. പിന്നെ ഓക്സിജന്റെ രൂപാന്തരങ്ങൾ പറഞ്ഞു. ഓസോൺ പറഞ്ഞു. ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങൾ 3 എന്ന് പഠിച്ചു. ഓസോൺ കവചം സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി നശിപ്പിക്കുന്നത് ക്ലോറോഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡുമാണ് പറഞ്ഞു. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം ഞാൻ മണക്കുന്നു എന്നാണ്. അന്തരീക്ഷത്തിൽ ഓസോണിന്റെ ദിനം സെപ്റ്റംബർ 16 സെപ്റ്റംബർ 16. അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് 0.0001%. ഓസോണിന്റെ നിറം ഇളം നീലയാണ്. ഓക്സിജന്റെ ഐസോട്ടോപ്പുകൾ ഓക്സിജൻ 16, 17,
17, 18. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നതാണ് അൾട്രാവയലറ്റ് കിരണങ്ങളും ഓസോണും പറഞ്ഞു. ഓസോൺ ഖരമായിട്ട് മാറുന്നതും ദ്രാവകമായിട്ട് മാറുന്നത് പഠിച്ചു. ഖരമായിട്ട് മാറുന്നത് എത്രയാണ്? 219 ഡിഗ്രി സെൽഷ്യസ് ആണ്, -366 ഡിഗ്രി ഫാരൻഹീറ്റും. ദ്രാവകമായിട്ട് മാറുന്നത് 183 ഡിഗ്രി സെൽഷ്യസും -297 ഡിഗ്രി ഫാരൻഹീറ്റുമാണെന്ന് പറഞ്ഞു അല്ലേ. അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ നമ്മൾ കാർബണിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. കാർബൺ സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർബണിക രസായന ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് സംയുക്തങ്ങളുടെ പൊതു ഘടകമാണ് കാർബൺ. അതുപോലെ ഈ ഓർഗാനിക് സംയുക്തങ്ങളിൽ ഹാലജന്റെയും നൈട്രജന്റെയും സൾഫറിന്റെയും കണ്ടെത്താനുള്ള പൊതു പരിശോധനയെ പറയുന്ന പേരാണ് ലെസൻസ് പരീക്ഷണം എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അങ്ങനെ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്തു? വീണ്ടും ഒന്നും കൂടി റിവിഷൻ ചെയ്തു. നല്ല രീതിയിൽ ഞാൻ ഇനി ഓക്കെ ഇത്രയും ഡീപ്പായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ഓക്സിജൻ മാർക്ക് വന്നാൽ കളയാൻ പാടില്ല കേട്ടോ. എപ്പോഴും വരും നമുക്ക് ഈ പ്രിലിംസിനൊക്കെ എപ്പോഴും ഈ ഹൈഡ്രജൻ ഓക്സിജൻ ചോദിക്കാത്ത ഒരു പ്രിലിംസും ഇതുവരെ നടന്നിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ കേട്ടോ. നോക്കിക്കോ പറഞ്ഞത് സത്യമാണോ എന്നുള്ളത് ഒന്ന് പരീക്ഷിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടവർ മാത്രമേ ലൈക്ക് ചെയ്യുന്നുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് അത്ര ലൈക്കേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതല്ലേ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ടും കൂടിയിട്ട് പോയാൽ എത്രയോ നിങ്ങൾ ഫോൺ നോക്കി സമയം കളയുന്നുണ്ട്. ജസ്റ്റ് ഒരു കമന്റ് ഇടാൻ പോലും നിങ്ങൾ എന്ത് ചെയ്യാറില്ല? ടൈം കളയാറില്ല. അപ്പൊ നിങ്ങൾ അത്രയും പഠിക്കുന്നുണ്ടാവുന്നതായിരിക്കും അല്ലേ. അങ്ങനെ പഠിക്കുന്നുണ്ടാവും. ഒരു സെക്കൻഡ് പോലും കളയാതെ അല്ലേ, അങ്ങനെ വിചാരിക്കാം അല്ലേ. പിന്നെന്താണ്? ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ കൂട്ടുകാര്. പിന്നെ അടുത്ത ക്ലാസ് ആയിട്ട് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം കേട്ടോ. പുതിയ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പുതിയ SCRT ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുണ്ട് കേട്ടോ. അതേപോലെ എല്ലാ ടോപ്പിക്കും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പരമാവധി ടോപ്പിക്കുകൾ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.